സഹോദരരെ, വീണ്ടും ഒരു പ്രഭാതം കൂടെ തമ്പുരാൻ നമുക്ക് തന്നതിന് ഓർത്ത് നമുക്ക് തമ്പുരാനെ സ്തുതിക്കാം. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു കാണുമല്ലോ അല്ലേ? നല്ല മഴയും തണുപ്പും വെള്ളപ്പൊക്കവും ഒക്കെ ഇഷ്ടം പോലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ജോലികളൊക്കെ ആരംഭിക്കാൻ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? അപ്പം സന്തോഷത്തോടെ സമാധാനം നമുക്ക് തമ്പുരാൻ ഇന്ന് ഒരു പ്രഭാതം കൂടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് എല്ലാവരും സന്തോഷത്തോടെ, പള്ളിയിൽ പോയവരും പോകാത്തവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളും കരുതലോടെ മുന്നോട്ട് പോവുക. കാലാവസ്ഥ കെടുതികൾ ഭയങ്കരമാണെന്ന് കേൾക്കുന്നു. അപ്പോൾ നല്ലോണം ശ്രദ്ധ വേണം ജീവിതത്തിൽ. കർത്താവിൻ്റെ ഭയാനകമായ ദിനങ്ങളൊക്കെ വരുമല്ലേ? ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ പണി കിട്ടും. സൂക്ഷിക്കണം. വളരെയേറെ കെയർഫുള്ളായിരിക്കുക. സൂക്ഷിച്ച് ഇടപെടുക. സൂക്ഷിച്ച് സംസാരിക്കുക. ദൈവസന്നിധി സാഷ്ടാംഗം നമിക്കുക. പാവങ്ങളൊക്കെ ഏറ്റുപറയുക. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം അനുമാനിക്കുന്ന ദിവസങ്ങളാണ്. കാരണം എന്താണെന്ന് അറിയാവോ? നമ്മുടെ ഈ ദിവസങ്ങൾ അത്ര അപകടകരമായ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത രീതികൾ, കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം നമ്മൾ പ്രത്യേകിച്ച് വിവേചിച്ചറിയണം. അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മൂടന്മാരെ പോലെ ജീവിക്കരുത്. പിന്നെ പിറുപിറുക്കാതെ, എന്താ പറയുന്നത്, കോപിക്കാതിരിക്കുകയില്ല. മനുഷ്യരുടെ ജീവിത രീതി ആ രീതിയിലായതുകൊണ്ട് കോപങ്ങളും ദേഷ്യങ്ങളും ഭയങ്കരമായി വരും. അതൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം തമ്പുരാനോട്. പിന്നെ കാണുന്നതിൻ്റെ മുമ്പ് കൈ നീട്ടാതെയും കിട്ടുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിക്കാതെയും ഒക്കെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. ഇത് വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കാണുന്നതിന് മുമ്പ് കിട്ടുന്നെല്ലാം നല്ലതാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ കൈ വന്ന് ചേരുന്നെല്ലാം നല്ല വസ്തുക്കളാണെന്ന് വിചാരിക്കരുത്. കാണുമ്പോൾ നല്ലതും ഭംഗിയുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതൊക്കെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ നിങ്ങൾ അറിയണം. അത് നല്ലതല്ലാത്ത വസ്തുക്കൾ നമ്മുടെ കയ്യിൽ വന്ന് ചേരുമ്പം അത് നല്ലതല്ല രീതിയിലുള്ള പൈശാചിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാണുന്നതിന് മുമ്പിലൊന്നും കൈ നീട്ടരുത്. കിട്ടുന്നെന്തെങ്കിലും വാരി വലിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. ഇതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഏത് തരത്തിലും തട്ടി താഴിടാനും തന്ത്രം മെനഞ്ഞ് തക്കം പാർത്ത് നമ്മുടെ പുറകെ കൂടിയിരിക്കുന്നവനുണ്ട്, സാത്താൻ എന്ന കുടുംബിശാച്. അവൻ നമ്മളെ നല്ല സാധനങ്ങളൊക്കെ നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്ന് നമ്മളെ അവൻ്റെ വരുതിയിൽ വരുത്തും. അതുകൊണ്ടാണ് പറഞ്ഞത് കാണുന്നതിന് മുമ്പിലൊക്കെ പിന്നെ കൈ നീട്ടരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് തള്ളിക്കളയേണ്ടത് ആവശ്യമാണ് ഈ ഘട്ടത്തിൽ. ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. ചിലതൊക്കെ നമുക്ക് ആവശ്യമെന്ന് തോന്നിയപ്പോണെങ്കിൽ നമുക്കത് ഉപേക്ഷിച്ച് കളയേണ്ട വസ്തുക്കളാണ് നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും. പിന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എല്ലാ കാര്യത്തിലൊന്നും കർത്താവ് നമ്മളെ സഹായിക്കാൻ നമ്മൾക്ക് കൈ നീട്ടി തരികയുമില്ല. അതൊക്കെ എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇതുപോലെ പറയുന്നത്. പിന്നെ ആരെയാരും വേർപെടുത്താനോ ആരെയാരും ശിക്ഷിക്കാനോ ആരെ വെറുക്കാനോ തള്ളിക്കളയാനോ ഒന്നും പറയുന്നതല്ല. നമ്മൾ തള്ളുക തന്നെ ചെയ്യണം. ക്രിസ്ത്യാനികൾക്കും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് കുറേയൊക്കെ പ്രത്യേകതകളുണ്ട്. അവരത് മാനിച്ച് മുന്നോട്ട് പോകണം. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ദോഷം ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം നമ്മുടെ കൂടെ ഉണ്ടാകും. അത് നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞു വിളിച്ചത് കൊണ്ടോ തമ്പുരാൻ്റെ കാൽക്കൽ വീണതുകൊണ്ടോ തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ആ ശിക്ഷയുടെ അളവ് തീരുന്ന വരെ കർത്താവും അവനെ പാലിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടാതെ പോകുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാതെ പോകുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകളാണ്. നമ്മളത് വരുത്തി വെച്ചിട്ട് കർത്താവിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടി വന്ന് കർത്താവ് നമ്മൾ പിന്നെ രക്ഷിക്കുകയൊന്നുമില്ല. നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മളത് നല്ലപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കാണുന്നതിന് മുമ്പിലൊന്നും കൈ നീട്ടരുത്. കിട്ടുന്നെല്ലാം സ്വന്തമാക്കാൻ നോക്കരുത്. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം. നമ്മളത് അറിഞ്ഞ് മുന്നോട്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. കുഞ്ഞുങ്ങളോടൊക്കെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് വേണം അവരെ മുന്നോട്ട് നയിക്കാൻ. ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ തലമുറകൾ വളർന്നു വരുന്ന ഭയങ്കരമായ അപകടമായ മേഖലയിലൂടെ അവർ കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ കാര്യത്തിൽ നിങ്ങൾ നല്ല ശ്രദ്ധ വേണം. നല്ല ദൈവികമായ ഭക്തിയോടെ ദൈവികമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ ദൈവത്തോട് അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ അവരെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ കൈവിട്ട് പോകും കുഞ്ഞുങ്ങൾ. കൈവിട്ട് പോയിട്ട് ഒത്തിരി ഇപ്പം ഭയങ്കര വിദ്യാഭ്യാസത്തിൻ്റെ മേഖല ഭയങ്കര അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. കുട്ടികളെ ഒരു പരിധി വരെയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ കൈവിട്ട് പോകുന്ന കാര്യം ഉറപ്പാണ്. അതിൽ സംശയമുള്ള കൈവിട്ട് പോയിട്ടുമുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കളും നല്ല രീതിയിൽ പോകണം.
കാലത്തിൻ്റെ ഒഴുക്കനുസരിച്ച് നീങ്ങരുത്. ഒഴുക്കിനനുസരിച്ച് നീങ്ങിയാൽ നമ്മൾ വലിയ അപകടത്തിൽ ചെന്ന് വലിയ കയറ്റി ചെന്ന് ചാടും. അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ പിന്നീട് ആ ധ്യാന കേന്ദ്രങ്ങളിലും അവിടെ ഇവിടെ നിങ്ങളൊക്കെ ഓടി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തല തല്ലിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഒന്നും കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓടേണ്ട ആവശ്യം വരികയില്ല. കർത്താവ് നമ്മുടെ കൂടെയുള്ള ആളാണ്, ദൈവമാണ്. പക്ഷെ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് നമ്മൾ സാത്താൻ്റെ മുതലിനെ കൈ നീട്ടിക്കഴിഞ്ഞാൽ അവൻ നമ്മളുടെ ഭരണം ആരംഭിക്കും. കർത്താവ് ഒന്നും ചെയ്യാൻ വരികയില്ല, ഒന്നും ഇടപെടുകയേയില്ല. ആ കാര്യം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഗ്രേസി എങ്ങനെ അറിയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അത് സത്യമാണോ അല്ലോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ശരീരവചനം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നീട് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കർത്താവ് ഇടപെടുന്നില്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കൊരു അയൽവാസി ഉണ്ടായിരുന്നിരിക്കട്ടെ. നമ്മുടെ വീടിൻ്റെ അടുത്ത വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടുകാർ ആ വീട്ടുകാരുമായിട്ട് ലോകത്തിലല്ല പോകുന്നതെങ്കിൽ പിണക്കമാണെന്ന് വിചാരിക്കുക. നമുക്ക് എപ്പോഴും അവരോട് ശത്രുതയാണ്. പിണക്കമാണെങ്കിലും മിണ്ടുന്നില്ലെങ്കിലും ആ വീട്ടുകാരെ നമുക്ക് ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. ഒരിക്കലും അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. പിണക്കമാണെങ്കിൽ മിണ്ടുന്നില്ല, അവർ നമ്മളോട് മിണ്ടുന്നില്ല, നമ്മൾ അവരോട് മിണ്ടുന്നില്ല, നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട, അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോയിക്കോളും. അതല്ല, അവർ ഞങ്ങളോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരോടും പോകുന്നവരും അവരുടെ കുറ്റങ്ങളും കുറവുകളും ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞ് പിടിപ്പിച്ചിട്ട് പിന്നെ അവരുടെ പട്ടീനെയോ പൂച്ചേനെയോ കോഴികളെയോ അതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ച് വിഷം വെച്ച് കൊന്നിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്ത് പരത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് പാപഭാരങ്ങളും അപകടങ്ങളും കുന്നുകൂട്ടി നിങ്ങളുടെ ഭവനത്തിൽ വെച്ചിട്ട് അത് നിങ്ങളുടെ ഹൃദയങ്ങളും നിങ്ങളുടെ ഭവനത്തിലും കുന്നുകൂടിയിരിക്കുകയാണ്. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പോയി ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയോ നിങ്ങൾ പിന്നെ ഞായറാഴ്ചകളിൽ പോയി കുമ്പസാരിക്കുകയോ നിങ്ങളുടെ തെറ്റിനെ നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ പോയി കുമ്പസാരിച്ചോട് നിങ്ങൾ ചെയ്ത് വെച്ച പാപഭാരങ്ങളും പോകുന്നില്ല. ഒരു പട്ടിയെ വിഷം വെച്ച് കൊന്നു വിചാരിക്കുക, ഒരു പൂച്ചയെ വിഷം വെച്ച് കൊന്നു വയ്ക്കുക, നിങ്ങളുടെ കോഴികളെ നിങ്ങൾ വിഷം വെച്ച് കൊന്നു വിചാരിക്കുക. നിങ്ങളുടെ ഒരു ജീവനാണ്, ദൈവം കൊടുത്ത ഒരു ജീവനാണ് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി കുമ്പസാരിക്കുന്നത്. അതിന് ആ പാവം അവിടുന്ന് നീങ്ങിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളങ്ങനെ ആ തെറ്റുകൾ അവിടുന്ന് നീങ്ങിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഭയങ്കരമായ അപകടമാണ്. ഒരു ജീവനാണ് നിങ്ങളെടുത്തത്. നിങ്ങളൊരു ജീവനാണ് നിങ്ങൾ തല്ലിക്കെടുത്തിയത്. അത് പട്ടിയായാലും പൂച്ചയായാലും കോഴിയായാലും അത് ദൈവം തന്ന ജീവനാണ്. നീ കൊടുത്തതല്ല അവർക്ക് ആ ജീവൻ. അങ്ങനെ അതുങ്ങളെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അതുങ്ങൾ ഉപദ്രവിച്ചിട്ടും കൊന്നിട്ടൊക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ തമ്പുരാൻ്റെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാൽ നിങ്ങൾക്ക് ഇളവ് ചെയ്ത് കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തെറ്റിൽ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ. അത് എന്തായാലും പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ അവിടെ ഇവിടെയും പോയി കുമ്പസാരിച്ചിട്ടോ പ്രവാന കൈ കൊണ്ടിട്ടോ നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ പോയി അച്ഛന്മാരോട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒന്നും ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ലെന്ന് ഞാൻ നിങ്ങളുടെ ആണയായിട്ട് ഞാൻ പറയാം. അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ചെയ്ത തെറ്റും നിങ്ങൾക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മൃഗത്തിൻ്റെ ആയാലും മനുഷ്യരുടെ ആയാലും ജീവനല്ലേ. ആ ജീവത്തിന് നിങ്ങൾ എന്ത് വില കൊടുത്താൽ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുന്നത്? പകരം നിങ്ങൾക്ക് കൊല്ലാൻ പറ്റി, നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റാത്ത ഒരെണ്ണത്തിനെ കൊല്ലാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? അപ്പോൾ നിങ്ങൾ അതിന് ശിക്ഷ അനുഭവിക്കണം. ശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ. നിങ്ങൾക്കതിന് ഒരു വിടുതലും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കതിനൊരു മോചനമില്ല. പാപത്തിൻ്റെ ശിക്ഷ ഭയങ്കര കഠിനമേറിയതാണ്. ഞാനിപ്പോൾ ഒരു വാചനം കൂടെ വായിക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്ക്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-12 വരെയുള്ള തിരുവചനങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2-6-12. മനസ്സുള്ളവർ വായിക്കണം, ഇഷ്ടമുള്ളവർ വായിക്കണം. കാരണം ഇത് കർത്താവിൻ്റെ വചനമാണ്. പ്രത്യേകിച്ച് യെശയ്യാപ്രവാചകന്റെ വചനമാണ്. യെശയ്യാപ്രവാചകനൊക്കെ ഭയങ്കര ശക്തനായ പ്രവാചകന്മാരാണ്. ദൈവമൊക്കെ നേരിട്ട് ഇടപെട്ട് വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് യെശയ്യാപ്രവാചകനോട് കർത്താവ് പറയുന്നത്. യെശയ്യാപ്രവാചകൻ കർത്താവിനോട് പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ കർത്താവിനെ കണ്ടപ്പോൾ ഞാൻ മോശമായ അതരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണെന്ന്. കർത്താവിൻ്റെ ദൂതൻ ഒരു കൊടിൽ കൊണ്ട് തീക്കനൽ ചുണ്ടൽ സ്പർശിച്ചു അവൻ്റെ മാലിന്യങ്ങൾ നീക്കിക്കളഞ്ഞു. എത്ര ഭയാനകമായ അവസ്ഥകളാണെന്നല്ലേ. അത്ര പോലും മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല കർത്താവിൻ്റെ സന്നിധിയിൽ. അങ്ങനെയുള്ള നമ്മളാണ് ഇത്രയേറെ മഹാ അപരാധങ്ങളും തെറ്റുകയും കുറ്റങ്ങളൊക്കെ ചെയ്ത് കർത്താവിൻ്റെ മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാലോ അല്ല അച്ഛനോട് പോയിട്ട് ഒന്ന് കുമ്പസാരിച്ചാലോ നമ്മുടെ പാപഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കുമ്പസാരിക്കേണ്ടെന്നല്ല പറഞ്ഞത്, കുമ്പസാരിക്കണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. പക്ഷെ മാരകമായ പാപങ്ങളൊന്നും നീങ്ങിപ്പോകുകയില്ല.
ഒരു കുമ്പസാരത്തിലൂടെ ഒരു മാരകമായ ഒരു പാപങ്ങൾ നീങ്ങിപ്പോവുകയില്ല. അത് ഉറപ്പാണ്. മാരകമായ ഭാവത്തിന് നമ്മൾ ശിക്ഷ അനുഭവിക്കണം തന്നെ ചെയ്യണം. ഇത് വായിക്കുന്നത് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങ് സ്വന്തം ജനത്തെ, യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. കാരണം രാജ്യം കിഴക്കു നിന്നുള്ള അഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ വിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൂർണ്ണമായി ഞാൻ കുറച്ച് വായിക്കട്ടെ, എന്നിട്ട് പറയാം. നിറഞ്ഞിരിക്കുന്നു. ഫിലിസ്ത്യരെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളം ഉണ്ട്. അന്യ ജനതകളുമായി അവർ കൂട്ടുചേരുന്നു. ഇപ്പൊ മനസ്സിലായോ? അന്യ ജനതകളുമായി അവർ കൂട്ടുചേരുന്നു. അവരുടെ പ്രവൃത്തികളും അവരുടെ ദേവന്മാരുടെയും അവരുടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ താല്പര്യം കാണിക്കുന്നു. കർത്താവ് ശക്തനായ തമ്പുരാൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ധാരാളം കൂട്ടുചേരുന്നു. അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? സ്വർണവും വെള്ളിയും കർത്താവിന് ഇഷ്ടമില്ലാത്തതാ. അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല. അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ്. അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ വിഗ്രഹങ്ങൾ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. മനുഷ്യന്റെ കൈവേലയാണ്. മനുഷ്യന് ഒരിക്കലും ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ പള്ളികളിൽ ആവശ്യമില്ലാത്തതൊക്കെ അധികമാണ് ഈ വിഗ്രഹങ്ങളൊക്കെ. അതൊക്കെ നീക്കപ്പെടാനും അതിന്റെ മുമ്പിൽ പോയി കുമ്പിടരുന്നു പലപ്പോഴും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ലോ. വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ, ഞങ്ങളുടെ തന്നെ കരവേലയുടെ മുൻപിൽ അവർ കുമ്പിടുന്നു. എത്ര സത്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് വായിക്കുന്നതിന് മുമ്പല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഈ 2 വരി വായിക്കുന്നതിന് മുമ്പല്ലേ ഞങ്ങളോട് പറഞ്ഞത് വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിടാൻ പാടില്ല എന്നും അല്ലേ? വിഗ്രഹങ്ങളുടെ മുമ്പ് ഈ വിഗ്രഹങ്ങൾ നമുക്കൊന്നും തരികയില്ല. നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? ആ വിഗ്രഹങ്ങൾ ഉണ്ടോ? അതിനെ ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ച് നോക്കി. രക്തമുണ്ടോ? അതിന് ജീവനുണ്ടോ? പിന്നെ എന്തിനാണ് അതിന്റെ മുമ്പിൽ കുമ്പിടുന്നു? മർത്യൻ അപമാനിതനാകുന്നു. മനുഷ്യൻ തന്നെ തരം താഴ്ത്തുന്നു. കണ്ടോ? മനുഷ്യൻ തന്നെ തരം താഴ്ത്തുന്നു. ആരാണെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യനോട് പോയിട്ട് പ്രാർത്ഥിക്കാം. കുറച്ച് ദൈവിക ഭക്തിയുള്ള ഒരാളോട് അവരുടെ മുമ്പിൽ പോയി കുമ്പിടുകയോ അവരോട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർക്ക് ജീവനുണ്ട്. ഈ മണ്ണിന്റെ വിഗ്രഹങ്ങളെ കൊണ്ട് മരത്തിന്റെ വിഗ്രഹത്തെയും മണ്ണിന്റെ വിഗ്രഹത്തെയും നിങ്ങൾ ആരാധനയ്ക്കതെക്കാളും നല്ലത് അത് തന്നെയാണ് നല്ലത്. തരം താഴ്ത്തുന്നു. അവരോട് ക്ഷമിക്കരുതേ. കണ്ടോ? കർത്താവ് അവരോട് ക്ഷമിക്കുവോ? പിന്നെ നമ്മൾ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് എവിടുന്ന് കിട്ടും മറുപടി? ക്ഷമിക്കരുതേ. പാറക്കൂട്ടങ്ങളിനുള്ളിൽ പ്രവേശിക്കുവിൻ. പൊടിയിൽ ഒളിക്കുവിൻ. എവിടെയാണ് ഒളിക്കേണ്ടത്? അങ്ങനെ കർത്താവിന്റെ ഭീകര ദിനത്തിൽ നിന്നും അവിടുത്തെ മഹിമയിൽ പൊടിയിൽ ഒളിക്കുവിൻ. അങ്ങനെ കർത്താവിന്റെ ഭീകര ദിനത്തിൽ അവിടുത്തെ മഹിമാശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ. മനുഷ്യരുടെ അഹന്ത തല താഴ്ത്തും. മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും. എത്ര ആയിട്ട് ഇവര് തല താഴ്ത്തില്ല? എത്ര പേര് തല താഴ്ത്തിയിട്ടുണ്ട്? ഒരു മനുഷ്യനും തല താഴ്ത്തില്ല. പിന്നെ തല ഉയർത്താൻ അവർക്ക് ഇഷ്ടം. തല താഴ്ത്തും. അഹങ്കാരികളെ എളിമപ്പെടുത്തും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കേട്ടോ? കർത്താവ് മാത്രമേ ഉയർന്നു നിൽക്കാനുള്ളൂ. മനുഷ്യരുടെ ഈ അഹന്ത നിമിത്തം മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന ഈ വേണ്ടാദിനങ്ങൾക്ക് കർത്താവ് എത്രത്തോളം നമ്മളോട് ക്ഷമിക്കുന്നുണ്ടെന്ന് ഓർത്തു നോക്കി. കർത്താവിന്റെ ക്ഷമ എത്ര വലുതാണെന്ന് ഓർത്തു നോക്കി. നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടാണ് പിന്നെ ഈ പള്ളികളിൽ എന്തിനാണ് ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? അവിടെ ഇവിടെയൊക്കെ. ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, എനിക്ക് കുറ്റപ്പെടുത്താനല്ല, ഭയം കൊണ്ട് ഞാൻ പറയുന്നതാ, പേടിച്ചിട്ട് ഞാൻ പറയുന്നതാ. കർത്താവിന്റെ ദിനത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല മുൻപിൽ. അതുപോലെ മലിനത ഉള്ളവരാണ് നമ്മൾ. അതുപോലെ വിഗ്രഹങ്ങളുടെ മുമ്പിലും ഇതിൻ്റെ എല്ലാം മുമ്പിൽ പോയി കുമ്പിട്ട്
മനുഷ്യനെ തന്നെ തരം താഴ്ത്തുകയാണ്. മനുഷ്യനെ തന്നെ മലിനപ്പെടുത്തുക. കർത്താവ് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചോദിക്കുമൊന്നുമില്ല നമ്മളോട്. ശിക്ഷ വിധിക്കുകയുള്ളൂ. ചോദ്യങ്ങളൊക്കെ വിട്ടു, അതൊക്കെ കഴിഞ്ഞു. ഇനി ശിക്ഷാവിധിയേ ഉണ്ടാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറച്ചിലുകളൊന്നുമില്ല. കർത്താവിൻ്റെ കോടതി അങ്ങനെയാണ്. ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കാൻ ആർക്കും സാധിക്കില്ല. കർത്താവ് അതിന് ഈ ശമിശകരായവന് ന്യായവിധി ഇല്ലെന്ന് പറയുന്നു. പക്ഷെ ശിക്ഷാവിധിയുണ്ട്. അവരെ തെറ്റിന് ശിക്ഷാവിധിയുണ്ട്. അത് തീർച്ചയായിട്ടും നീങ്ങി പോകുകയില്ല. കർത്താവ് തന്നെ ശിക്ഷ വിധിക്കുന്നത്. എത്ര ഭയാനകമായിരിക്കും ആ അവസ്ഥ. നമുക്ക് എന്ത് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ പറ്റും? അവിടെ പറയാൻ പറ്റില്ലല്ലോ. അതല്ലേ പ്രശ്നം. അതങ്ങനെയല്ല, ഇങ്ങനെ തിരുത്താൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു വാക്കുകൾ കൊണ്ടുള്ള കസരത്തില്ല അവിടെ. എത്ര ഭയാനകമായി നമ്മുടെ അവസ്ഥകൾ. നമ്മൾ എത്ര ദയനീയമായി നമ്മൾ ജീവിച്ചു പോകുന്ന അവസ്ഥകൾ. നമുക്കത് തിരുത്തത്തില്ലേ? ഇനിയെങ്കിലും തിരുത്തത്തില്ലേ? ഇതൊക്കെ എടുത്ത് മാറ്റി കളയത്തില്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം പോരെ നമുക്ക് എല്ലാത്തിനും? ഈ വചനം എല്ലാത്തിനും ഉപരിയല്ലേ? എനിക്ക് പേടിച്ചിട്ട് വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഭയമുണ്ട്. നമ്മുടെ തെറ്റുകൾ നമ്മളെ തന്നെ തകർത്ത് കളയും. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല പറയാൻ. ഇതിന് മറുപടി വരെ ആർക്കും ഒന്നുമില്ല. തീർത്ത് കളയാം നമ്മൾ നമ്മുടെ ജീവൻ തന്നെ. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ കണ്ടോ? ഒരു മഴ പെയ്യുമ്പോൾ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. നല്ല മണ്ണും നല്ല കാലാവസ്ഥയും നല്ല പ്രകൃതിയല്ലേ നമുക്ക് കർത്താവ് തന്നത്. ഈ കേരളം വിട്ട് കഴിയുമ്പോൾ അറിയാം കേരളത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന്. ഈ കേരളത്തിൽ ജീവിക്കും നമുക്ക് ഈ കേരളത്തിൻ്റെ മഹത്വം അറിയത്തില്ല. നമ്മൾ ഈ കേരളം വിട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും കേരളത്തിൽ വന്ന് അവിടുത്തെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. അത്രയ്ക്ക് പുണ്യഭൂമിയാണ് നമ്മുടെ കേരള ഭൂമി. കേരളം, ആ കേരളമാണ് ഇപ്പം ഞാൻ നാശത്തിൻ്റെ കുമാരമായി തീർന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഭരണകൂടം ശരിയല്ല. ഒന്നാമത് അന്യദേശത്ത് പോയി ജോലി ചെയ്തുകൊണ്ട് വന്നിട്ട് ഇഷ്ടംപോലെ പണം സമ്പാദിച്ചു. വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി മിറ്റവും റോഡും റോഡ് വരെയൊക്കെ നമ്മൾ ഇന്റർലോക്ക് ഇട്ട് നിരത്തി. മഴ പെയ്ത വെള്ളം എവിടെ ഒഴുകിപ്പോകും? മഴ പെയ്ത വെള്ളം എവിടെ ഒഴുകിപ്പോകും? വെള്ളം ഭൂമിയിലേക്ക് താഴുന്നുണ്ടോ? ഈ വെള്ളമല്ല. ഇങ്ങനെ ഒരു 10 വീട് അടുത്തോണ്ട്, ഞാനൊന്ന് പറയാം, ഇങ്ങനെ ഒരു 10 ഇന്റർലോക്ക് ഇട്ട വീട് അടുത്തടുത്തുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഈ 10 വീട്ടിലേക്ക് ആ പ്രദേശത്ത് പെയ്യുന്ന ആ 10 വീടും ഇരിക്കുന്ന ആ സ്ഥലത്ത് ആ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ വെള്ളം എങ്ങോട്ട് ഒഴുകിപ്പോകും? നിങ്ങൾ ഓവുചാൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓവുചാൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓവുചാലിൻ്റെ കൂടെ ഈ 10 വീടും ഒരു അരേക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 വീട് ഇരിക്കുന്ന ഭാഗം ഒരു അരേക്കർ ആണെങ്കിൽ ഒരു 5 ഏക്കർ സ്ഥലമായല്ലോ. ഈ 5 ഏക്കർ സ്ഥലത്ത് പെയ്യുന്ന ഈ മഴവെള്ളം മുഴുവനും ഒന്ന് ചൂടുമ്പോൾ അതൊരു തോടായില്ലേ? അങ്ങനെ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിലോ അതൊരു ആറായി മാറും. ഈ വെള്ളം ഭൂമിയിലേക്ക് താഴേണ്ട വെള്ളമല്ലേ? ഈ വെള്ളം ഭൂമിയിലേക്ക് താഴേണ്ടതല്ലേ? ഈ വെള്ളം മുഴുവൻ ഒരു തോടായി നിങ്ങൾ ഒഴുക്കി എങ്ങോട്ട് കൊണ്ട് കളയും? ഇപ്പം ആർക്കും കൃഷി ചെയ്യാൻ താല്പര്യമില്ല. എല്ലാം വിദേശത്ത് പണം കൊണ്ട് ജീവിക്കാൻ വേണ്ടി, ബാങ്ക് ബാലൻസും വിദേശത്ത് പണം കൊണ്ട് ജീവിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവരാ. മക്കൾക്കൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം. കൈ കൊണ്ട് ഒരു തൂമ്പായോ ഒരു കത്തിയോ തൊടുകയല്ല ആരും. പണ്ടകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ കപ്പയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കപ്പയും ചേമ്പും ചേന ഇതൊക്കെ നമുക്കൊരു ആഹാരം, നിത്യ ആഹാരമായിരുന്നു. ഇപ്പൊ 1 കിലോ കപ്പയും 2 കിലോ കപ്പയും കടയിൽ പോയി മേടിക്കണം. അന്ന് അങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചവര്. ഇതൊന്നും നമ്മുടെ പറമ്പ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. എലി തിന്നും, പുലി തിന്നും, കുരങ്ങ് തിന്നും. എങ്ങനെ ഇതൊക്കെ തിന്നുന്നത്? തമ്പുരാൻ തന്നെ നയിപ്പിച്ചു കളയുന്നത്. തമ്പുരാനെ വിളിക്കുക. തമ്പുരാനെ വേണ്ടാത്തവർക്ക് തമ്പുരാൻ തന്നെ, തമ്പുരാനെ വിളിക്കാനോ തമ്പുരാൻ പറഞ്ഞ ജീവിക്കാൻ പറ്റാത്തവർക്ക് തമ്പുരാൻ ഇതുങ്ങളൊക്കെ വിടുന്നതാ. അല്ലാണ്ട് തമ്പുരാനെ ഇതൊക്കെ തടയാൻ കഴിയല്ലേ? പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? കാട് പിടിച്ച പ്രദേശത്ത് പോലും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും ഒരു കൃഷി പോലും ആരും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലല്ലോ ഒരു മൃഗങ്ങളും. പക്ഷെ ഇതുപോലെ ജനങ്ങൾ പെരുകി ഇതുപോലെ തിങ്ങി ജീവിക്കുന്നിടത്ത് എങ്ങനെ ഈ മൃഗങ്ങളൊക്കെ വന്ന് ഇതൊക്കെ നശിപ്പിച്ച് കളയുന്നത്? എങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? ഇതൊക്കെ പിന്നെ ദൈവാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ലേ? അല്ലേ? ആലോചിക്കുന്ന മക്കളെ, നിങ്ങൾ ദൈവമക്കളെ നിങ്ങൾ ആലോചിക്കുക. ദൈവമക്കളെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇപ്പം ആരും ദൈവമക്കളെ വിളിക്കാൻ ഇഷ്ടമില്ല. ഈ പോക്കൃതങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ദൈവമക്കളെ വിളിക്കുന്നത് എന്ത് ന്യായമാണ്? ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. എനിക്കിതൊക്കെ കണ്ടിട്ട് ആരോടും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വചനത്തിലൊക്കെ പറയുന്നത്. ആരോടും പറഞ്ഞ് മറ്റുള്ളവരുടെ മുഷിയിൽ നമുക്ക് സമ്പാദിക്കേണ്ടി വരും. ആരുടെ മുഖം തെളിയുകയില്ല. ഇവരാരാ ഇതൊക്കെ പറയുന്നത് ചോദിക്കും. ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കും. ഞങ്ങളുടെ സൗകര്യം പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം. മറ്റുള്ളവരുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ദൈവത്തെ പോലും ധിക്കരിക്കുന്നവർക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ബാക്കി എവിടെ വില പോകാനാ? എത്ര ഭയാനമായ ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കാന്താരിമുളക് പോലും പറിച്ചെടുക്കാനില്ല ഇപ്പോൾ. അങ്ങനെ പോലും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഈ വിദേശത്തുള്ള കയറ്റിറക്കൽ സർക്കാരൊക്കെ ഒന്ന് നിർത്തിവെച്ചാൽ മതിയായിരുന്നു. ഒരൊറ്റ എണ്ണത്തിന് അങ്ങോട്ടും വിടരുത് ഇങ്ങോട്ടും വിടരുത്.
പറമ്പിൽ പണിയെടുക്കാൻ പറ്റൂലെന്ന്. കോവിഡ് വന്നപ്പോൾ കണ്ടില്ലേ, എല്ലാം അവിടെ സ്റ്റെക്കായി കിടക്കുകയായിരുന്നു. അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട. ഇതൊക്കെ ദൈവം തരുന്നൊരു പാഠമാണ്. എന്നാലും പഠിക്കില്ല. അതാണ് നമ്മുടെ ലോകം, നമ്മുടെ ജീവിതം. മനുഷ്യരങ്ങനെ അധ്വാനിക്കാൻ താല്പര്യമില്ലാത്തവർ. ആരോട് പറയാൻ, എന്തിനോട് പറയാനാ? ഈ ലോകം മുഴുവനും വിളിച്ചു ഒട്ടും കേൾക്കാത്തത് ഈ ഞാൻ വിളിച്ചു പോയാൽ കേൾക്കുമോ? താല്പര്യമില്ലെന്ന് ആർക്കും, പിന്നെ എന്തിനു വിളിച്ചു പോകണം? അപ്പോൾ ഇന്ന് എൻ്റെ വചനോട് പൂർത്തിയാകാണ്. ഞാൻ ആഴ്ചയിൽ 1-2 വചനങ്ങൾക്ക് ഇടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, വചനങ്ങൾ വായിക്കണം. ഞാൻ തരുന്ന ഓരോ വചനങ്ങൾ വായിക്കണം. ഈ വചനത്തിൽ പറഞ്ഞത് ശരിയാണോ, സത്യമാണോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. നമുക്ക് വചനം ജീവനുള്ള കർത്താവിൻ്റെ വചനമാണിത്. ഇത് വാളിനകാരം മൂർച്ചയേറിയതാണ്. ഇരുതല വാളിനകാരം മൂർച്ചയേറിയതാണ് കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞിട്ടില്ലേ? ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി അവനവന് കൊള്ളാം. എനിക്കിതുകൊണ്ട് ഒരു ലാഭമൊന്നുമില്ല നിങ്ങളോട് പറഞ്ഞിട്ട്. ഇനി കർത്താവിൻ്റെ മുന്നിൽ ഒരാളോടെങ്കിലും ഇത് പറയാൻ പറ്റിയല്ലോ, ഒരാൾക്കെങ്കിലും ഇത് പറഞ്ഞ് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് അതെങ്കിലും ഒരു ആശ്വാസിക്കാൻ പാകട്ടെ എന്നേ എനിക്ക് ആശ്വാസമുള്ളൂ. എനിക്ക് വചനം പറയാൻ ഇഷ്ടമാണ്. ആരോടെങ്കിലും 10 പേരോട് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. മനസ്സിനൊരു ആശ്വാസമാണ്, ഒരു കുളിർമയാണ്. എന്തോ നഷ്ടപ്പെട്ട പോയി തിരിച്ചു കൊടുത്ത് കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ദൈവത്തിൻ്റെ കൃപ അത്ര വലുതാണ്. ഇതൊന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആദ്യമല്ല. തമ്പുരാനെ കൂടാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ എത്ര ഓടിയാലും അവൻ്റെ മുന്നിലെത്തി നമുക്ക് ശ്രമമുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വചനം ഇവിടെ പൂർണ്ണമാകാണ്. നിങ്ങൾ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കണം. എല്ലാവരും സഹകരിച്ച് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ ശ്രദ്ധിക്കണം. പോരായ്മകളും കുറവുകളൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞ് കാണുന്നതിന് മുമ്പിലൊന്നും പോയി കൈ നീട്ടരുത്, പിറുപിറുക്കരുത്, ആവരാതി പറയരുത്, പരാതിപ്പെടരുത്. പരാതി കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ പോകുന്നില്ല, ഉള്ളത് നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാട്ടെ. എല്ലാവരുടെ ഭവനങ്ങളും ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടാട്ടെ. കർത്താവായ ദൈവമേ, ഞാൻ ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം അവരുടെ എല്ലാം ഹൃദയങ്ങളിലും അവരുടെ ഭവനങ്ങളിലും ഒക്കെ ഇത് ഉപകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവ് എല്ലാ ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് ഈശ്മിച്ചിയുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് അങ്ങനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അത് സത്യമാണ് നാഥ. ഞങ്ങളുടെ ദൈവത്തിൽ അറിയുന്നു കർത്താവെ, ഞങ്ങളത് അറിയുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിലുണ്ടായിരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ അമ്മേ, കൊതുക്